തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ലോക പഞ്ചഗുസ്തി താരം ജോബി മാത്യു തന്റെ കരിയർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കേസാണിതെന്ന് ജോബി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പോലീസുകാരെ മർദ്ദിച്ചെന്ന പരാതിയിൽ ജോബി മാത്യുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടത്തല പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല ഇയാൾക്ക്. ആവശ്യത്തിന് വേണ്ടിട്ട് പോകുന്ന എന്നാ പരിപാടി കാണിക്കുന്നേ? എന്നാ അഹങ്കാരം ഇത്? എന്നാ സാറേ ഇത്? ചൂണ്ടി വഴിയാണ് പോയത്. അപ്പോൾ ആ ഭാഗത്ത് പോകുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു പോലീസിൻ്റെ വാഹനം റോഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. എൻ്റെ വൈഫ് ചില്ല് താഴ്ത്തിയിട്ട് ചോദിച്ചു, സാറേ ഈ വാഹനം ഒരു ഇച്ചിരി അപ്പുറത്തേക്ക് മാറ്റിയിട്ട്, ഒത്തിരി സ്പേസ് ഉണ്ടല്ലോ, മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമല്ലോ എന്നും മാത്രം പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ടായെന്ന് തോന്നുന്നു എന്തോ. പിന്നെ ഞാൻ വാഹനം ഓടിച്ച് പോവുക ചെയ്തത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വെഹിക്കിൾ ലൈറ്റൊക്കെ ഇട്ട് ഓൺ അടിച്ച് ഞങ്ങളുടെ പുറകെ അപ്പിയർ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ചെറിയ മോൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം പിന്നെ 1 കിലോമീറ്ററോളം നമ്മളെ ഇതേപോലെ കുറച്ച് മുമ്പോട്ട് പോകും ചവിട്ടും, മുമ്പോട്ട് പോകും ചവിട്ടും, അങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പ്രത്യേകിച്ച് ഒരു പോലീസ് വാഹനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഈ വാഹനത്തെ കവർ ചെയ്ത് പോയി. പക്ഷേ കവർ ചെയ്ത് പോയതിനു ശേഷം വളരെ സ്പീഡിൽ ഞങ്ങളുടെ വാഹനത്തെ എന്താ പറയുക ഫോളോ ചെയ്ത് വന്ന് എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ വന്ന് ഈ ഇന്നോവ ഇൻ്റർസെപ്റ്റർ വണ്ടിയാണ് അത് വന്ന് ഇടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജോബി മാത്യു ആണ്, ഞാൻ ഗവർണറുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അയാൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അയാളുടെ ഫോൺ ബലമായിട്ട് പിടിച്ച് എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു, ഞാൻ ഈ മൊബൈൽ നിങ്ങളുടെ അതോറിറ്റിക്ക് കൊടുക്കുള്ളൂ, നിങ്ങളുടെ കയ്യിൽ തരുവല്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വൈകുന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു.